ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെ എക്കണോമിക്സ് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് വേറെ തന്നെ ഒരു പ്ലേലിസ്റ്റായിട്ട് നമ്മളെ ചാനലിൽ ലഭ്യമാണ്. നിങ്ങൾ കാണാൻ മുഴുവനായിട്ടും കാണാം. പിന്നെ നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് SCERT ചാപ്റ്റേഴ്സ് സീരീസിലെ ഹിസ്റ്ററി ചാപ്റ്റേഴ്സാണ്. ഹിസ്റ്ററിയിലെ ഇന്ന് നവകേരള സൃഷ്ടിക്കായി 7th സ്റ്റാൻഡേർഡിലെ 8th ചാപ്റ്ററായ നവകേരള സൃഷ്ടിക്കായി എന്ന ചാപ്റ്ററാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ നവകേരള സൃഷ്ടിക്കായി എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നവോത്ഥാന നായകന്മാരെ കുറിച്ചാണ് പ്രധാനമായും പഠിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള പോയിൻറ്റ്സ് എന്തായാലും പഠിക്കുക. ഇതിൽ കൂടുതൽ റാങ്ക് ഫയൽ നോക്കിയിട്ട് പഠിക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ SCERT ചാപ്റ്റേഴ്സ് തയ്യാറാക്കി വെക്കുക. അപ്പോൾ ഇതിൽ പറയുന്ന വൈകുണ്ഠസ്വാമികൾ, ചട്ടമ്പിസ്വാമികൾ, അങ്ങനെ കുറേ ആൾക്കാരെ നവോത്ഥാന നായകന്മാരെ കുറിച്ചുള്ള പോയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഈ ഇതിൻ്റെ അകത്തുള്ള പോയിൻറ്റ്സ് എന്തായാലും പഠിക്കുക. അവരുടെ ജന്മസ്ഥലവും ആദ്യകാല നാമവും ഒക്കെ കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അവർ സ്ഥാപിച്ച സംഘടനകളൊക്കെ കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം തന്നെ പറയുന്നത് ഒരു കോട്ടാണ്. കുമാരനാശാൻ്റെ ദുരവസ്ഥ എന്ന കൃതിയിലെ ഒരു ഒരു 4 വരി വെച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്റർ ആരംഭിക്കുന്നത് തന്നെ. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തോർ, തമ്മിലുണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ. ഇത് കുമാരനാശാൻ്റെ ദുരവസ്ഥ എന്ന കൃതിയിലെ വരികളാണ്. പിന്നെ കേരളം ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അത് നമുക്കെല്ലാവർക്കും അറിയാം, സ്വാമി വിവേകാനന്ദനാണ്. ആദ്യം നിങ്ങൾ വലിച്ചു വാരി കുറേ പഠിക്കാൻ നിൽക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ SCERT ചാപ്റ്റേഴ്സ് നല്ല പോലെ മനസ്സിലാക്കി പഠിക്കുക. അതിനുശേഷം നിങ്ങൾ എക്സ്ട്രാ പോയിൻറ്റ്സ് പഠിക്കുക. ഈ SCERT ചാപ്റ്റേഴ്സിൽ നിന്ന് തന്നെ കുറേ പോയിൻറ്റ്സ് നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇപ്പോഴത്തെ ഒരു എക്സാം പാറ്റേൺ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് വരികയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമുക്ക് SCERT ചാപ്റ്ററിനുള്ള ഒരു ബേസ് നിങ്ങൾ ശരിക്കും നിങ്ങളെ കയ്യിൽ ഭദ്രമായിരിക്കണം. അപ്പോൾ നമുക്കൊരു ചെറിയൊരു കോൺഫിഡൻസ് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യമായിട്ട് എഴുതുന്ന PSC ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സാം എഴുതി കഴിയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഈ SCERT ചാപ്റ്റേഴ്സ് നിങ്ങൾ നോക്കിയതുകൊണ്ട് എത്രത്തോളം നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ സിലബസ് നോക്കിയിട്ട് പഠിക്കുന്നതാണെങ്കിൽ ആ സിലബസ് ബേസ് ചെയ്തിട്ട് പഠിക്കുന്നതിലും പുറമേ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിലും കൂടി അതിൻ്റെ അകത്തുനിന്ന് കുറേ ഈ സിലബസ് വൈസായിട്ടുള്ള ആ ഒരു ടോപ്പിക് വൈസ് നമ്മളെടുത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നല്ലൊരു കോൺഫിഡൻസാണ് ഉണ്ടാവുക. അതിൽ നല്ലൊരു മാർക്കിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ തന്നെ കഴിയും. റാങ്ക് ലിസ്റ്റിൽ എത്തിയില്ലെങ്കിൽ കൂടി, ഷോർട്ട് ലിസ്റ്റിൽ എത്തിയില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ആ മാർക്കിൻ്റെ വ്യത്യാസം നിങ്ങളുടെ ഉയർച്ചയും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരുന്നതായിരിക്കും. നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് വൈകുണ്ഠസ്വാമികളെ കുറിച്ചാണ്. വൈകുണ്ഠസ്വാമികളുടെ ആദ്യകാല നാമമാണ് മുടിചൂടും പെരുമാൾ. ആദ്യകാല നാമമൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസാണ്. നിങ്ങൾ ഈ SCERT ചാപ്റ്ററിൽ ഈ ഒരു വീഡിയോയിൽ പറയുന്ന എല്ലാ പോയിൻറ്റ്സും വ്യക്തമായി പഠിക്കുക. നിങ്ങൾക്ക് എക്സാമിന് പഠിക്കേണ്ട പോയിൻറ്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. വൈകുണ്ഠസ്വാമികൾ ആദ്യകാല നാമം മുടിചൂടും പെരുമാൾ. അപ്പോൾ വൈകുണ്ഠസ്വാമികളുടെ ജനനം കന്യാകുമാരിയിലെ ശാസ്താംകോയിൽ. ഈ നവോത്ഥാന നായകന്മാരുടെ ജനനം, ആദ്യകാല നാമം, അവരുടെ പ്രധാന പ്രവർത്തനങ്ങൾ എന്നൊക്കെയാണ്, പിന്നെ അവരുടെ കോഡ്സ് എന്നിവയൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കാം. വൈകുണ്ഠസ്വാമികൾ ആദ്യകാല നാമം മുടിചൂടും പെരുമാൾ, ജനനം കന്യാകുമാരിയിലെ ശാസ്താംകോയിലിൽ. പിന്നെ ആദ്യകാല നാമം മുടിചൂടും പെരുമാൾ പറഞ്ഞു. പിന്നെ പ്രധാന ശിഷ്യനാണ് തൈക്കാടയ്യാണ് പ്രധാന ശിഷ്യൻ. പിന്നെ വൈകുണ്ഠസ്വാമികളുടെ പ്രധാനപ്പെട്ട ഒരു
പോയിൻ്റാണ് സമപന്തി ഭോജനം. സമപന്തി ഭോജനം നടപ്പിലാക്കിയതാരാണ്? വൈകുണ്ഠസ്വാമികളാണ്. സമപന്തി ഭോജനം നടപ്പിലാക്കിയത് വൈകുണ്ഠസ്വാമികളാണ്. എല്ലാ ജാതിക്കാർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് അയിത്തം എന്ന ദുരാചാരത്തെ വെല്ലുവിളിച്ചു. പിന്നെ മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. അത് മേൽമുണ്ട് സമരം എന്ന് പറയുന്നത് ചാന്നാർ ലഹളയാണ്. അപ്പോൾ ആ മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക സമത്വ പ്രസ്ഥാനമാണ് സമത്വ സമാജം. എന്താണ്? കേരളത്തിലെ ആദ്യ സാമൂഹിക സമത്വ പ്രസ്ഥാനമാണ് സമത്വ സമാജം എന്ന് പറയുന്നത്. ഈ സമത്വ സമാജം 1836 സ്ഥാപിച്ചു. അപ്പം വേല ചെയ്താൽ കൂലി കിട്ടണം എന്നത് വൈകുണ്ഠസ്വാമികളുടെ വാക്കുകളാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് നീച ഭരണം. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് നീച ഭരണം എന്ന പ്രയോഗത്തിലൂടെയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. നീച ഭരണം. അപ്പോൾ ചാന്നാർ ലഹള എന്ന് ചോദിക്കുമ്പോൾ വൈകുണ്ഠസ്വാമികളെയാണ് നമ്മൾ ഓർക്കേണ്ടത് പ്രധാനമായിട്ട്. അപ്പോൾ വൈകുണ്ഠസ്വാമികളെ കുറിച്ചുള്ള പോയിൻറ്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇത്രയും ഈ പോയിൻറ്റ്സ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു ബേസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വൈകുണ്ഠസ്വാമികളെ കുറിച്ച് ആദ്യം പറയേണ്ടത് ജനനം കന്യാകുമാരിയിലെ ശാസ്താംകോയിലിൽ, ആദ്യകാല നാമം മുടിച്ചൂടും പെരുമാൾ, പ്രധാന ശിഷ്യൻ തൈക്കാടയ്യ, സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികളാണ് കൊണ്ടുവന്നത്. എല്ലാ ജാതിക്കാർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് അയിത്തം എന്ന ദുരാചാരത്തെ വെല്ലുവിളിച്ചു. മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. അതായത് ചാന്നാർ ലഹളയ്ക്ക് മേൽനോട്ടം നൽകി, നേതൃത്വം വഹിച്ചു. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. കേരളത്തിലെ സമത്വ സമാജം എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച സംഘടനയാണ് സമത്വ സമാജം. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക സമത്വ പ്രസ്ഥാനമാണ് സമത്വ സമാജം. അത് സ്ഥാപിച്ചത് 1836 വേല ചെയ്താൽ കൂലി കിട്ടണം എന്നത് വൈകുണ്ഠസ്വാമികളുടെ വാക്കുകളാണ്.